ാണ് സ്മൃതി. അവിടെ എത്തുന്ന മനുഷ്യരുടെ കണ്ണീര് 2 ദിവസം അവിടെ പെയ്തു തോർന്നത് 572 മില്ലിമീറ്റർ മഴയാണ് എന്നതാണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത്. അതിനേക്കാൾ എത്രയോ മഴയാണ് ഇവരുടെ കണ്ണീരോടെ പെയ്തൊഴിയുന്നത് എന്നതാണ് ഏറെ സങ്കടകരം. 1000 കുടുംബങ്ങളെയാണ് ഈ ദുരന്തം ബാധിച്ചത്. 3069 പേർ വിവിധ ക്യാമ്പുകളിൽ ഇപ്പോൾ അഭയാർത്ഥികളായി കഴിയുന്നു. എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരാണ്. നമുക്കൊപ്പം രാജേഷ് ചേരുന്നു. രാജേഷ്, നമസ്കാരം. എവിടെ നിന്നാണ്, എന്താണ്? ഞാൻ പുത്തുമലയാണ് നിൽക്കുന്നത്. പുത്തുമലയാണ്? പുത്തുമലയാണ്. പക്ഷെ എന്റെ ഫാമിലിയിലുള്ള ചേച്ചിയും അളിയനും പിന്നെ ഒരു 12 പേര്, അവിടെ ഉള്ള 2 കുടുംബം, 3 കുടുംബം. എവിടെയാണ് അവരുള്ളത്? റിസോർട്ട് ഉണ്ട്. റിസോർട്ട് ഉണ്ട്. ഏലംബെഡാണോ? ഏലാന്നാണ് പറഞ്ഞ റിസോർട്ടിൽ ചെയ്യുന്നത്. കറക്റ്റായിട്ട് അറിയില്ല. ഏലം എംബെഡാണ്. ശരി, അത് മനസ്സിലായി. അവരവിടെ സുരക്ഷിതരാണ് കേട്ടോ രാജേഷ്. രാജേഷ്, ഇന്നലെ വിളിച്ചു, ആർമിയെ വിളിച്ചു. ചെറിയ കുട്ടികളുണ്ട് കൂടെ. ഞങ്ങൾ ഒരിക്കൽ കൂടി അവരെ ബന്ധപ്പെടാം. അവര് സുരക്ഷിതരാണ്. അവരെ അല്പസമയത്തിനുള്ളിൽ അവിടെ നിന്ന് എത്തിക്കും. അത് എയർലിഫ്റ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അവിടെ ഇന്നലെ ആർമി ശ്രമിച്ചിരുന്നു. ഇന്നലെ MLA നമ്മൾ ടി സിദ്ദിഖുമായി ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവർ സുരക്ഷിതരാണ് എന്ന് പറഞ്ഞു. ഞാൻ തന്നെ വിളിച്ചിരുന്നു. നമ്മൾ റിപ്പോർട്ടറിൽ നിന്ന് തന്നെ അവരെ വിളിച്ച് സംസാരിച്ചു. പറ്റുന്ന സാധ്യതയല്ല, അവിടെ പോലും മരങ്ങളും കാര്യങ്ങളുമാണ്. അതെ, അത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ നിലവിൽ അവർ സേഫാണ്. അവർക്ക് നമുക്ക് ഭക്ഷണവും മറ്റു കാര്യങ്ങളും എത്തിക്കുന്നതിനുള്ള വഴികൾ നമ്മൾ ഉടനെ ചെയ്യും. ഇന്ന് തന്നെ അവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമം നടത്തുമെന്നാണ് ടി സിദ്ദിഖ് MLA പറഞ്ഞത്. നമുക്ക് MLA കണക്ട് ചെയ്ത് ഒരിക്കൽ കൂടി രാജേഷിന്റെ ഈ കൺസേൺ നമ്മൾ അവരെ അറിയിക്കാം. താങ്ക് യു രാജേഷ്. ഓക്കെ. ഏലം എംബഡ് എന്ന് പറയുന്ന അവിടുത്തെ മറ്റൊരു റിസോർട്ടിലാണ് ഇപ്പോൾ ഈ 11-12 പേർ കുടുങ്ങിക്കിടക്കുന്നത്. ഇന്നലെ ഈ വിവരം നമ്മൾ ആർമിയെ അറിയിച്ചിരുന്നു. ആർമി അവിടെ എത്താൻ ശ്രമം നടത്തിയെങ്കിലും ഭഗീരഥ പ്രയത്നം വേണ്ടിവരും. അത് രാത്രിയിൽ നടക്കില്ല. ഇന്ന് പുലർച്ചയോടുകൂടി അവിടേക്ക് എത്തിച്ചേരാമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ്, ഉള്ളുലയ്ക്കുന്ന കാഴ്ചകളാണ് കണ്ടത്. 1000 കുടുംബങ്ങളെ ബാധിച്ചൊരു ദുരന്തം. നേരത്തെയും ഇതേപോലെ 1984 ഇതേ സ്ഥലത്ത് ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നതാണ്. അത് ദുരന്തബാധിത പ്രദേശമാണ്. പക്ഷേ അതിന് മുകളിലാണ് ഇന്നിപ്പോൾ ഉരുൾപൊട്ടി വന്നിരിക്കുന്നത്. കള്ളാടിപ്പുഴ അക്ഷരാർത്ഥത്തിൽ മരണപ്പുഴയായിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ വേദനിപ്പിക്കുന്ന കാഴ്ച. മൃതദേഹം പരിക്കേറ്റവരെയും കൊണ്ടുപോകുമ്പോൾ മാധ്യമപ്രവർത്തകരല്ലാത്തവർ ദൃശ്യമെടുക്കുന്നുണ്ട്. വയനാട്ടിലും നിലമ്പൂരിലും അതൊന്ന് ഒഴിവാക്കണമെന്ന് ആളുകളോട് പറയാൻ പോലീസ് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. തീർച്ചയായും അത് നിങ്ങൾ പാലിക്കണം. ഒരു കാരണവശാലും നിങ്ങളുടെ മൊബൈൽ ഫോൺ ഷൂട്ട് ചെയ്ത് റീലോ സെൽഫി ഇടേണ്ട സമയമല്ല ഇത് എന്നത് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ മറക്കരുത്. ദയവ് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ ഫോണുകൾ നിങ്ങൾ ഓഫ് ചെയ്യുക. രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി മാത്രം നിങ്ങളിത് ഉപയോഗിക്കുക. ദയവ് ചെയ്ത് ആ ദൃശ്യങ്ങൾ എടുക്കാനോ ബന്ധുക്കളുടെയോ അതല്ലെങ്കിൽ ഈ മൃതദേഹങ്ങളുടെയോ വിഷ്വൽസ് എടുത്ത് നിങ്ങളുടെ സോഷ്യൽ മീഡിയ വഴി പോസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കരുത്. നിങ്ങൾ അതിനുള്ള ശ്രമത്തിൽ നിന്ന് പിന്മാറണം എന്ന് അറിയിക്കുന്നു.